ലൂസിഫറിനും എമ്പുരാനും മുൻപേ പൃഥ്വിരാജ് പറഞ്ഞ ഖുറേഷി ഡയലോഗ് വൈറലായി സിനിമയും സീനും. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയായിട്ടാണ് ഒരുങ്ങുന്നത്. മാർച്ച് 27 ചിത്രം പുറത്തിറങ്ങുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസിന് മുന്നോടിയായി പൃഥ്വിരാജിന്റെ ടമാർ പടാർ എന്ന സിനിമയിലെ ഒരു സീനാണ് വീണ്ടും ട്രെൻഡ് ആകുന്നത്. ചിത്രത്തിലെ പൃഥ്വി അവതരിപ്പിച്ച പൗരൻ എന്ന പോലീസ് കഥാപാത്രം തന്റെ മേലുദ്യോഗസ്ഥനോട് ഖുറേഷിയെ കുറിച്ച് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ടോപ്പ് 10 ഡെന്റിസ്റ്റുകളിൽ മൂന്നാമനാണ് ഖുറേഷി. ഇയാളെ കുറിച്ച് മറ്റൊരു വിവരങ്ങളും നമുക്കില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. സീൻ വൈറലായതോടെ പൃഥ്വിരാജ് ഇല്ലുമിനാറ്റി തന്നെയാണെന്നാണ് പലരും രസകരമായി കമന്റ് ചെയ്യുന്നത്. 12 വർഷം മുൻപ് പൃഥ്വിരാജ് ഇത് പ്രഡിക്റ്റ് ചെയ്തെന്നും കമന്റുകൾ വരുന്നുണ്ട്. 2019 ലൂസിഫർ റിലീസായ സമയത്തും ഇതേ സീൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമയിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഖുറേഷി അബ്രാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും എന്നാണ് സിനിമയെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞത്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമ്മൂട്, അഭിമന്യു സിംഗ്, ചെറോം ഫ്ലിൻ എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം. സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്.